കാനാവിലെ കല്യാണം അനുതാപത്തിൻ്റെയും ആത്മശോധനയുടെയും ആത്മശുദ്ധീകരണത്തിൻ്റെതുമായ വലിയ നോമ്പിലേക്ക് നാം പ്രവേശിക്കുക. ഇന്ന് വൈകിട്ട് മുതൽ, ഇന്ന് പേത്രത്താന്ന് പറയും, ഇന്ന് വൈകിട്ട് എല്ലാവർക്കും ഇറച്ചിയും മീനും മുട്ടയും പാലും പ്രോൺസും ഒക്കെ കഴിച്ച് നാളെ മുതൽ വലിയ നോമ്പിലേക്ക് നാം പ്രവേശിക്കണം. 50 ദിവസം, എത്ര പെട്ടെന്ന് 50 ദിവസം കടന്നു പോകുന്നത്. വെജിറ്റേറിയൻ കഴിച്ചത് കൊണ്ട് യാതൊരു കുഴപ്പവുമില്ല മക്കളെ. ആയുർവേദ ഡോക്ടറെ അടുത്ത് ചെന്നാൽ ഡോക്ടർ പറയും, എന്ത് പറയും? വെജിറ്റേറിയൻ കഴിക്കണമെന്ന് പറയും. നമ്മൾ സാധാരണ ഡോക്ടർമാരുടെ അടുത്ത് ചെന്നാൽ പറയും, മോനെ കൊളസ്ട്രോൾ കൂടുതൽ, അതുകൊണ്ട് മുട്ട കഴിക്കരുതെന്ന് പറയും. അങ്ങനെ വലിയ നോമ്പിലേക്ക് മാതാപിതാക്കന്മാർ കുഞ്ഞുങ്ങളെ പ്രത്യേകം ശ്രദ്ധിച്ച് കൊണ്ടുവരണം എന്നുള്ള കാര്യം ഈ അവസരത്തിൽ ഓർപ്പിക്കുകയാകുന്നു ചെയ്യുന്നത്. കാനാവിലെ കല്യാണ വിരുന്നിൽ യേശു തമ്പുരാന്റെ സാന്നിധ്യമുണ്ടായിരുന്നു. നോമ്പും നമസ്കാരവും മനുഷ്യ മനസ്സിനെ രൂപാന്തരപ്പെടുത്തുവാൻ ഉള്ള ഉപകരണങ്ങളായി ഉപയോഗിക്കണമെന്നുള്ള സനാതന സന്ദേശമാണ് കൊത്തിനെ ഞായറാഴ്ച നൽകുന്നത്. പാപിയുടെ തിരിച്ചുവരവ് പച്ചവെള്ളം മുന്തിരിച്ചാറായതുപോലെ വിശേഷിപ്പിച്ച് പാപത്തിൽ നിന്നും അകന്ന് പുതുജീവൻ തിരഞ്ഞെടുക്കുന്ന മനുഷ്യൻ സമൂഹത്തിൻ്റെയും സഭയ്ക്കും മധുരം പകരുന്ന പാനീയം പോലെയാണെന്ന് നാം പ്രത്യേകമായിട്ട് ഓർക്കേണ്ടിയിരിക്കുന്നു. യേശുവിൻ തമ്പുരാന്റെ സാന്നിധ്യം മൂലം വിവാഹത്തിൻ്റെ പവിത്രതയെ അവിടുന്ന് അംഗീകരിക്കുകയും വെളിപ്പെടുത്തുകയും ചെയ്യുന്നു. സുവിശേഷത്തിൻ്റെ മൗലിക സന്ദേശത്തിലേക്ക് വിരൽ ചൂണ്ടുന്നു. യേശു തമ്പുരാൻ നമ്മുടെ ആവശ്യങ്ങളിലേക്ക് കടന്നു വന്നവനാണ്. നമ്മുടെ പരിമിതികളും പരാധീനങ്ങളും അത്ഭുതകരമായി പരിഹരിച്ച് നമ്മുടെ ജീവിതം സംതൃപ്തവും സമ്പുഷ്ടവുമാക്കുന്നു. മൂന്നാമതായിട്ട് യേശു വരുത്തുന്ന അത്ഭുതകരമായ പരിവർത്തനത്തിലേക്കും വിരൽ ചൂണ്ടുന്നു. നാലാമതായിട്ട് നിറവും മണവും പ്രത്യേക രുചിയുമില്ലാത്ത വെള്ളത്തെ രുചിയും മണവും ഗുണമുള്ള വീഞ്ഞാക്കി മാറ്റി. 6 കൽപാത്രങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. റാബിമാരുടെ വീക്ഷണപ്രകാരം കൽപാത്രങ്ങളാണെങ്കിൽ അശുദ്ധി സംഭവിക്കുകയില്ല എന്നാണ്. 6 പാത്രങ്ങൾ എന്ന് പറയുന്നത് പ്രതീകാത്മക രൂപമാണ്. 7 പൂർണ്ണതയുടെ സംഖ്യയും 6 എന്നത് അപൂർണതയുടെ സംഖ്യയുമാണ്. 6 പാത്രങ്ങൾ ലേവിയ നിയമങ്ങളെ അവിടെ ചൂണ്ടിക്കാണിക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇവിടെ എനിക്ക് പ്രത്യേകമായിട്ട് ഓർപ്പിക്കുവാനായിട്ടുള്ളത്, കാനാവിലെ കല്യാണ ഭവനത്തിൽ യേശു തമ്പുരാൻ്റെ സാന്നിധ്യം ഉണ്ടായിരുന്നു. മാതാവുണ്ടായിരുന്നു, 12 ശിഷ്യന്മാരും ഉണ്ടായിരുന്നു. എന്നിട്ടും എന്ത് പറ്റി? അവിടെ വീഞ്ഞ് പോരാതെ വന്നു. യേശു തമ്പുരാൻ്റെ സാന്നിധ്യം ഉണ്ടായിട്ടും അവിടെ വീഞ്ഞ് പോരാതെ വന്നു. ലാസറിൻ്റെ ഭവനത്തിൽ, മാർത്തയുടെയും മറിയയുടെയും ഭവനത്തിൽ ലാസറിൻ്റെ വേർപാട് മൂലം ദുഃഖിച്ചിരുന്ന മക്കളെ ആശ്വസിപ്പിക്കുവാനായി യേശു തമ്പുരാൻ ആ ഭവനത്തിൽ കടന്നു ചെന്നു. യേശു തമ്പുരാനുമായിട്ട് ആ ഭവനം വളരെ അടുപ്പത്തിലുള്ള ഭവനമായിരുന്നു. എന്നിട്ടും അവിടെ വേർപാടുണ്ടായി. ജീവിതത്തിൽ കഷ്ടങ്ങളും പ്രയാസങ്ങളും നൊമ്പരങ്ങളും ഒക്കെ വരുമ്പോൾ നിരാശപ്പെട്ടു പോകാതെ ദൈവസന്നിധിയിലേക്ക് നമ്മുടെ കണ്ണുകളെ ഉയർത്തുവാൻ തക്കവണ്ണം നമുക്ക് സാധിക്കണം മക്കളെ. കല്ലിട്ട പെരുന്നാളാണല്ലോ. ഓരോ ദേവാലയങ്ങളും ഒരു ദേശത്തിൻ്റെ ദൈവസാന്നിധ്യത്തിൻ്റെ അടയാളങ്ങളാണ്. ഒരു ദേവാലയം ഒരിടവകയുടെയോ ഒരു സഭയുടെയോ മാത്രം സ്വന്തമല്ല, മറിച്ച് ഒരു ദേവാലയം സ്ഥാപിതമാകുന്നതോടുകൂടി ഒരു ദേശത്തിന് വിളക്കായും നാനാജാതി മതസ്ഥർക്ക് ഒരു അത്ഭുത അഭയകേന്ദ്രമായും ദേവാലയങ്ങൾ മാറ്റപ്പെടും. ഇന്ന് നമ്മുടെ ദേവാലയം പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ നാമത്തിൽ, ഞാൻ ആരുടെ നാമത്തിലാണ് കല്ലിട്ടെന്ന് ചോദിച്ചപ്പോൾ ആർക്കും അറിയാൻ വയ്യെങ്കിലും പരിശുദ്ധ പരിമല തിരുമേനിയുടെ നാമത്തിലാണ് ഈ ദേവാലയം സ്ഥാപിച്ചിരിക്കുന്നത്. കല്ലിട്ട പെരുന്നാൾ
ഓരോർമ്മയുടെ കലവറ തുറക്കുന്ന പെരുന്നാളാണ്. ഈ പ്രദേശത്ത് ദൈവസ്നേഹത്തിൻ്റെയും ദൈവകരുണയുടെയും ദൈവ സാന്നിധ്യത്തിൻ്റെ അടയാളമായ ഒരു ദേവാലയം നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളെ നമുക്ക് ഓർക്കാം. യെശയ്യാ 51 അധ്യായം 1 വാക്യത്തിൽ നാം വായിക്കുന്നു, നിങ്ങളെ വെട്ടിയെടുത്ത പാറയിലേക്കും നിങ്ങളെ കുഴിച്ചെടുത്ത ഖനിഗർഭത്തിലേക്കും തിരിഞ്ഞു നോക്കുവിൻ. ഈ പെരുന്നാൾ ദൈവസ്നേഹത്തെയും ദൈവകരുണയെയും ഒന്നുകൂടി തിരിച്ചറിയുവാനുള്ള സമയമാണ്. രണ്ടാമതായിട്ട് ഈ പെരുന്നാൾ നമ്മുടെ ഉറവിടങ്ങളെ ആദരിക്കുവാനുള്ള പെരുന്നാളാണ്. വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഇങ്ങനെയൊരു ദേവാലയം സ്ഥാപിക്കാൻ കണ്ണുനീരോടെ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്ത നമ്മിൽ നിന്ന് മൺമറഞ്ഞു പോയ പൂർവ്വപിതാക്കന്മാരെ ഒന്ന് ഓർക്കുവാനുള്ള പെരുന്നാൾ. അനേക അസ്ഥികൾ എരിഞ്ഞ തീയിലാണ് നാം ഇന്ന് ജ്വലിച്ചു നിൽക്കുന്നത്. പഴയ നിയമത്തിൽ ദേവാലയങ്ങളെ സൂചിപ്പിക്കുന്നത് പൂജാഗിരി എന്ന പദപ്രയോഗത്തിലാണ്. ഈ ദേശത്തിന് പ്രാർത്ഥനയുടെയും അനുഗ്രഹത്തിൻ്റെയും സൗഖ്യത്തിൻ്റെയും പരിമളം വീശുന്ന പൂജാഗിരിയായി പ്രശോഭിക്കുവാൻ നമ്മുടെ ദേവാലയത്തിന് സാധിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാകുന്നു ചെയ്യുന്നത്. ദേവാലയം എന്നത് ദൈവശബ്ദം കേൾക്കുവാനും അനേകരെ ദൈവത്തിലേക്ക് അടുപ്പിക്കുവാനും നമ്മുടെ സങ്കടങ്ങൾ ദൈവസന്നിധിയിൽ സമർപ്പിക്കുവാനും ആശ്വാസം കണ്ടെത്തുവാനുമുള്ള സ്ഥലമാണ്. ഒരു നാടിന് ദൈവം നൽകുന്ന അനുഗ്രഹവും സമ്മാനവുമാണ് ദേവാലയം. പഴയ നിയമകാലം മുതലേ ദേവാലയത്തിൻ്റെ ദൃഷ്ടാന്തം അവർ പ്രാർത്ഥിച്ചു. അതിൻ്റെ നടുവിൽ അവർ ദൈവസാന്നിധ്യം ദർശിച്ചു. അതിൻ്റെ മുമ്പിൽ അവർ ജീവിച്ചു. പിന്നീട് ദാവീദിൻ്റെ കാലത്താണ് ദേവാലയം നിർമ്മിക്കണമെന്ന് അവർ ആഗ്രഹിച്ച് ദാവീദിൻ്റെ മകനായ ശലോമോൻ ദേവാലയ നിർമ്മാണം പൂർത്തീകരിച്ചത്. ദേവാലയം പൂർത്തീകരിച്ചതിന് ശേഷം ശലോമോൻ രാജാവ് ദൈവസന്നിധി നടത്തുന്ന ഒരു പ്രാർത്ഥന രാജാക്കന്മാരുടെ 1 പുസ്തകം 8 അധ്യായത്തിൽ നാം വായിക്കുന്നുണ്ട്. ആ പ്രാർത്ഥനയിൽ ദേവാലയം എന്താകുന്നുവെന്ന് കൃത്യമായി രേഖപ്പെടുത്തുന്നുണ്ട്. ശലോമോൻ രാജാവ് പറയുന്നു, ദേവാലയം ദൈവത്തിൻ്റെ കണ്ണും കാതുമിരിക്കുന്ന സ്ഥലമാണ്. നമ്മൾ ദേവാലയത്തിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോൾ, നേർച്ചയിടുമ്പോൾ, കണ്ണുനീരൊഴുക്കുമ്പോൾ നമ്മുടെ ദൈവം നമ്മെ കാണുന്നു, നമ്മുടെ നിലവിളി കേൾക്കുന്നു. നമ്മുടെ കണ്ണുനീർ കണ്ട് ദൈവം നമ്മെ ആശ്വസിപ്പിക്കുന്നു. അതായത് ജീവനുള്ള ദൈവത്തിൻ്റെ വാസസ്ഥലമാണ് ഓരോ ദേവാലയവുമെന്ന് നാം പ്രത്യേകമായിട്ട് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ദേവാലയം ഓരോ മനുഷ്യൻ്റെയും അഭയസ്ഥാനമാണ്. നമ്മുടെ മനുഷ്യജീവിതത്തിൽ എന്തെല്ലാം പ്രയാസങ്ങളും പ്രശ്നങ്ങളുമാണ് അനുദിനം നാം നേരിടേണ്ടി വരുന്നത്. ചില പ്രയാസങ്ങളൊക്കെ നമ്മെ വല്ലാതെ തറുത്ത് കഴിയുന്നുണ്ട്. സങ്കടങ്ങളും പ്രയാസങ്ങളും കൂടിക്കൂടി വരുമ്പോൾ മനുഷ്യസഹജമായി നമുക്കൊന്നും ചെയ്യുവാൻ സാധിക്കാത്ത ചില നിമിഷങ്ങൾ ജീവിതത്തിലുണ്ടാകാം. ആ സമയത്ത് നമുക്ക് ആശ്രയിക്കുവാൻ ആകെയുള്ള ഇടം ദേവാലയമാണ്. ദേവാലയം ഒരു അമ്മ നമ്മെ ആശ്വസിപ്പിക്കുന്ന പോലെ ആശ്വസിപ്പിക്കും. നമ്മൾ മാതൃദേവാലയം എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ഒരു അമ്മയെപ്പോലെ നമ്മെ ആശ്വസിപ്പിക്കുകയും ബലപ്പെടുത്തുകയും ചെയ്യുന്ന സ്ഥലമാണ് നമ്മുടെ ദേവാലയങ്ങൾ. നമ്മുടെ ജീവിതത്തിൻ്റെ ദുഃഖ നിമിഷങ്ങളിൽ ഒറ്റയ്ക്ക് ശാന്തമായി പള്ളിക്കുള്ളിൽ വന്നിരിക്കുമ്പോൾ ഈ ദേവാലയം നമ്മോട് സംസാരിക്കും. മക്കളെ, നമ്മുടെ സങ്കടങ്ങൾക്ക് ആശ്വാസം തരും. ധൈര്യത്തോടെ ഈ ലോക ജീവിതത്തിൽ ഇടപെടുവാൻ ദേവാലയം നമ്മെ ശക്തിപ്പെടുത്തും. നമ്മുടെ ശരീരവും ദേവാലയങ്ങളാണ്. യു ആർ ദ ടെമ്പിൾ ഓഫ് ഗോഡ്. ഓരോ വിശ്വാസികളും സഞ്ചരിക്കുന്ന ദേവാലയങ്ങളാണ്. ഹമേ
അഹമ്യ കൊരിന്ത്യ ലേഖനത്തിൽ പൗലോസ് അപ്പോസ്തലൻ പറയുന്നത് ഇതാണ്: നിങ്ങൾ ദൈവത്തിൻ്റെ മന്ദിരമെന്നും ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലേ? നമ്മുടെ ശരീരം ദേവാലയമാണെന്നുള്ള ചിന്തയും നമുക്കുണ്ടാകണം. അതുകൊണ്ട് പാപങ്ങൾക്ക് അടിമപ്പെടാതെ ജീവിക്കുന്ന അനുഭവം ഉണ്ടാകണം. വർഷങ്ങൾക്ക് മുമ്പ് ഈ മണ്ണിൽ നിക്ഷേപിക്കപ്പെട്ട ഒരു കല്ല് വളർന്നു വലുതായി ഇപ്പോൾ ഈ ദേശത്തിന് പ്രകാശം വരുന്ന ഈ ദേവാലയങ്ങളുടെ സ്ഥാപനത്തിനും വളർച്ചയ്ക്കും സഹായിച്ച എല്ലാവരെയും, ബഹുമാനപ്പെട്ട വൈദികരെയും വിശ്വാസികളെയും നമുക്ക് ഓർക്കാം. ദൈവം അവരുടെ തലമുറകളെ സമൃദ്ധിയായി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാകുന്നു ചെയ്യുന്നത്. അതുകൊണ്ടാണ് വിശ്വാസികളായി വാങ്ങിപ്പോയവരെ നാം എല്ലാവരെയും ഓർത്തു. അല്പമായോ അധികമായോ ഈ ദേവാലയത്തിനു വേണ്ടി കഷ്ടപ്പെട്ട് പ്രയാസപ്പെട്ടവർ, നമ്മുടെ പഴയ കാലത്തെ പൂർവ്വപിതാക്കന്മാർ പണിത ദേവാലയം ഇതൊന്നുമല്ല. അന്ന് ഓല കൊണ്ടും ചാണകവും കൊണ്ടും ഒക്കെയുള്ള ദേവാലയങ്ങൾ അവർ കഷ്ടപ്പെട്ട് ദേവാലയം എവിടെ ചെന്നാലും ദേവാലയം പണിയണമെന്നുള്ള ആഗ്രഹം പൂർവ്വപിതാക്കന്മാർക്കുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ എപ്പോഴും വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന അവസരത്തിൽ സകല വാങ്ങിപ്പോയ പിതാക്കന്മാരെയും ആചാര്യശ്രേഷ്ഠരെ ഓർത്ത് പ്രാർത്ഥിക്കും. അവരുടെ കണ്ണുനീർ അവർക്ക് ആശ്വാസമായിരിക്കട്ടെ എന്ന് പ്രത്യേകം പ്രാർത്ഥിക്കും. പരിശുദ്ധനായ പരിമല തിരുമേനിയുടെ ഓർമ്മ പെരുന്നാൾ, ഈ ദേവാലയം പരിമല തിരുമേനിയുടെ നാമത്തിലുള്ള സ്ഥാപിക്കപ്പെട്ട ദേവാലയമാണ്. പരിശുദ്ധ പരിമല തിരുമേനിയെ ഓർക്കുമ്പോൾ ഒരു ചാണക്യ സൂക്തം വളരെ പ്രസക്തമായി തോന്നുന്നുണ്ട്. The fragrance of flowers spreads only in the direction of the wind, but the goodness of a person spreads in all directions. പുഷ്പങ്ങളുടെ പരിമളം കാറ്റുള്ള ദിക്കിലേക്ക് മാത്രം പരക്കുന്നു. നീതിമാന്റെ നന്മയാകുന്ന സുഗന്ധം എല്ലാ ദിക്കിലേക്കും പരക്കുന്നു. പരിശുദ്ധ പരിമല തിരുമേനിയുടെ ജീവിതം സൗരഭ്യവാസനയുടെ തൂവം പോലെ ദൈവത്തിന് പ്രീതികരമായ ജീവിതമായിരുന്നു. ആചാര്യശേഷന നിലയിൽ തൻ്റെ ആത്മീയ മക്കൾക്ക് കറതീർന്ന സത്യവിശ്വാസം പകർന്നു കൊടുക്കുവാൻ പരിശുദ്ധ പരിമല തിരുമേനിക്ക് ശ്രദ്ധാലുവായിരുന്നു. ശിഷ്യന്മാരെ പഠിപ്പിക്കുകയും പൗരോഹിത്യ പദവിയിലേക്ക് അനേകരെ ഉയർത്തുകയും ചെയ്യുവാൻ തക്കവണ്ണം അദ്ദേഹം കാണിച്ച ഉത്സാഹം സഭയെ സംബന്ധിച്ച് ആ പരിശുദ്ധൻ്റെ ഉൾക്കാഴ്ച വ്യക്തമാക്കുന്നു. സഭയിലെ പ്രശസ്തമായ 3 ഭദ്രാസനങ്ങളുടെ അധിപനായി സേവനം ചെയ്തപ്പോഴും കൊച്ചു തിരുമേനി വിശ്വാസികളുടെ മനസ്സിൽ വിശ്വാസ തീഷ്ണതയുള്ള വലിയ തിരുമേനിയായി നിറഞ്ഞു നിന്നു. യാത്രാക്ലേശങ്ങൾ പരിമിതമായിരുന്ന അക്കാലത്ത് വിശുദ്ധ നാട് സന്ദർശിച്ച് കർത്താവിൻ്റെ ജീവിതത്തോട് ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നേരിട്ട് ദർശിച്ച് തൻ്റെ സഭാമക്കൾക്ക് അത് പകർന്നു കൊടുക്കുവാൻ തിരുമേനിക്ക് കഴിഞ്ഞു. ഇന്നും വിശ്വാസം പരത്തി വിശുദ്ധൻ്റെ കബറിടം മലങ്കര സഭയുടെ നിർഗുണമായി സ്ഥിതി ചെയ്യുന്നു. പരിശുദ്ധ പരിമല തിരുമേനി ജീവിച്ചിരുന്ന കാലം സാമൂഹിക ഉച്ചനീചത്വങ്ങളുടെയും അനാചാരങ്ങളുടെയും അന്ധവിശ്വാസമായിരുന്നു. ഈ അന്ധകാര ശക്തികളിൽ നിന്നും വിമോചനം പ്രഖ്യാപിക്കുവാൻ ഒരു സാമൂഹിക പരിഷ്കർത്താവ് പരിമല തിരുമേനി രംഗപ്രവേശനം ചെയ്തു. അധകൃതരുടെയും ദരിദ്രരുടെയും പുനരുദ്ധാനം തിരുമേനിയുടെ മുഖ്യ വിഷയമായിരുന്നു. അവരിൽ നിന്ന് മുദ്ര കുത്തപ്പെട്ടിരിക്കുന്നവർക്ക് ആരാധനാലയങ്ങൾ പണിതു കൊടുക്കുവാനും വിശ്വാസം സ്വീകരിച്ച് സഭയോട് ചേരുവാൻ താല്പര്യമുള്ളവർക്ക് അങ്ങനെ മലങ്കര സഭയുടെ ഭാഗമാക്കുവാനും അവസരം നൽകി. അജ്ഞാനാന്ധകാരത്തെ വിഭാടനം ചെയ്ത് സമൂഹത്തിൽ അറിവിൻ്റെ പ്രകാശം പരത്തുവാൻ സ്കൂളുകൾ സ്ഥാപിക്കുവാൻ അദ്ദേഹം മുന്നിട്ടിറങ്ങി. അങ്ങനെ സമസ്ത ലോകത്തിന് സമൃദ്ധിയുടെയും വിശ്വാസത്തിൻ്റെയും വിമോചനത്തിൻ്റെയും പരിമളം പരത്തിയ പരിശുദ്ധ പരിമല തിരുമേനി വത്സരങ്ങൾ പിന്നിടുമ്പോഴും കൂടുതൽ പരിമളങ്ങൾ വിതറുന്ന പരിശുദ്ധനായി സഭയിലും ജനഹൃദയങ്ങളിലും വിരാജിക്കുന്നു. നീതിമാൻ്റെ ഓർമ്മ നാം കൊണ്ടാടുമ്പോൾ
അത് പാഴായി പോകാതെ വാഴ്വായി മാറണമെങ്കിൽ ഒരുക്കവും അർപ്പണവുമുള്ള സമൂഹത്വമായി ഇടവക ഒന്നായി ദൈവസന്നിധിയിൽ പ്രതിഷ്ഠിക്കപ്പെടണം. പരിശുദ്ധൻ്റെ മധ്യസ്ഥയിൽ അഭയപ്പെടുന്നു. ആ പരിശുദ്ധ പരിമല തിരുമേനി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചാലും ആ പരിശുദ്ധൻ്റെ മധ്യസ്ഥത നമുക്ക് കാവലായിരിക്കട്ടെ, കോട്ടയായിരിക്കട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാകുന്നു ചെയ്യുന്നത്.